ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ കോഡ്സ് ആൻഡ് ക്ലാസ് ഫോർ PSC. ഇന്നത്തെ ടോപ്പിക്ക് ഫ്രേസൽ വെർബ് ആണ്. ഇതിനു മുമ്പ് ഫ്രേസൽ വെർബിന്റെ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇന്ന് സെക്കൻഡ് പാർട്ടാണ്. നമുക്ക് എങ്ങനെ ഇത് ലിങ്ക് ചെയ്ത് ഓർത്തു വയ്ക്കാം, ഫ്രേസൽ വെർബ് കുറച്ച് ഈസി ആയിട്ട് ഓർത്തു വയ്ക്കാം എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇന്ന് ലുക്ക് വെച്ചിട്ടുള്ള ഫ്രേസൽ വെർബ് ആണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഇത് ഞാൻ നിങ്ങൾക്ക് ഈ ഫ്രേസൽ വെർബ് ഓർത്തു വയ്ക്കാൻ വേണ്ടി മാത്രം പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിപ്പോൾ യാത്ര പോവുകയാണെങ്കിൽ വഴിയിൽ യാചകരെയൊക്കെ കാണാറുണ്ട് ഇല്ലേ? അവരെന്ന് പറയുന്നത് സമൂഹത്തിൽ താഴേക്കിടയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഇല്ലേ? ലുക്ക് ഡൗൺ അപ്പോൺ, ഡൗൺ താഴേക്കിടയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഇത്തരത്തിലുള്ളവരെ ചിലർ വെറുപ്പോടെ നോക്കാറുണ്ട് ഇല്ലേ? ഈ താഴേക്കിടയിലുള്ള ആൾക്കാരെ ചിലർ വെറുപ്പോടെ നോക്കാറുണ്ട്. അപ്പോ ലുക്ക് ഡൗൺ അപ്പോൺ എന്ന് പറയുന്നത് വെറുപ്പോടെ നോക്കുക. ലുക്ക് ഡൗൺ അപ്പോൺ എന്ന് പറയുന്നത് വെറുപ്പോടെ നോക്കുക, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീനിങ് ലുക്ക് വിത്ത് കണ്ടംപ്റ്റ്. ഓക്കെ, അടുത്ത് അപ്പോ ഈ സമൂഹത്തിൽ ചിലർ അങ്ങനെ വെറുപ്പോടെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും മനസാക്ഷിയുള്ള ആൾക്കാരും നിറയെ ഉണ്ടല്ലേ നമ്മുടെ സമൂഹത്തില്. അങ്ങനെ കുറച്ച് മനസാക്ഷിയുള്ള രാഹുൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത്തരത്തിലുള്ള 4 പേരെ തിരഞ്ഞു കണ്ടുപിടിച്ചു. 4 എന്ന് പറയുന്നത് 4 അല്ലേ? തിരയുക, സെർച്ച്. അപ്പൊ ലുക്ക് ഫോർ, സെർച്ച്. ഓക്കെ, ലുക്ക് ഫോർ തിരയുക, സെർച്ച്. ഓക്കെ, ലുക്ക് ഫോർ എന്ന് പറയുന്നത് തിരയുക അല്ലെങ്കിൽ സെർച്ച്. ഓക്കെ, അങ്ങനെ തിരഞ്ഞ് കണ്ടുപിടിച്ചിട്ട് എന്തിനാണ് കണ്ടുപിടിച്ചത്? സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് പ്രായമായ ആൾക്കാരൊക്കെയാണ്. അപ്പോ അവരെ സ്വന്തം അച്ഛനെ പോലെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ തിരഞ്ഞ് കണ്ടുപിടിച്ചത്. ഓക്കെ, ഫാദർ അച്ഛനെ പോലെ, ഫാദർ അതിൽ തന്നെ ഉണ്ടല്ലോ ആഫ്റ്റർ, ഫാദർ ആഫ്റ്റർ. ഓക്കെ, അങ്ങനെ ഒന്ന് ലിങ്ക് ചെയ്ത് നോക്കാം. ലുക്ക് ഫാദർ ആഫ്റ്റർ. അപ്പൊ ലുക്ക് ആഫ്റ്റർ സംരക്ഷിക്കുക, അച്ഛനെ പോലെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. ലുക്ക് ആഫ്റ്റർ സംരക്ഷിക്കുക, അല്ലെങ്കിൽ ടേക്ക് കെയർ ഓഫ്. ഇംഗ്ലീഷ് മീനിങ് ടേക്ക് കെയർ ഓഫ് അല്ലെങ്കിൽ പ്രൊട്ടക്ട്. ഓക്കെ, ലുക്ക് ആഫ്റ്റർ എന്ന് പറയുന്നത് സംരക്ഷിക്കുക അല്ലെങ്കിൽ ടേക്ക് കെയർ ഓഫ് അല്ലെങ്കിൽ പ്രൊട്ടക്ട്. അടുത്ത് ഇവരെ എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്തത്? ഇവരെ ഒരു ബിൽഡിങ്ങിൽ കൊണ്ട് താമസിപ്പിച്ചിട്ട് ഈ 4 പേരെയും സംരക്ഷിച്ചു. ഓക്കെ, അതിനുശേഷം ആ ബിൽഡിങ്ങിന്റെയും ഈ 4 പേരെ ഇത്രയും പേരെ നോക്കുന്നതിന്റെയും ഒക്കെ ഓവറോൾ ചുമതല, അതിന്റെ മേൽനോട്ടമെല്ലാം വഹിച്ചത്, ഓവറോൾ മേൽനോട്ടമെല്ലാം വഹിച്ചത് ഈ രാഹുൽ എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ്. അപ്പോൾ ലുക്ക് ഓവർ മേൽനോട്ടം വഹിക്കുക അല്ലെങ്കിൽ സൂപ്പർവൈസ്. ലുക്ക് ഓവർ എന്ന് പറയുന്നത് മേൽനോട്ടം വഹിക്കുക അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഈ 4 പേരുടെ കൂട്ടത്തിൽ ഒരാളെ കുറച്ചുകൂടി രാഹുലിന് ഇന്റിമസി ആയിട്ട്, കുറച്ചുകൂടി മനസ്സിന് പ്രിയപ്പെട്ട ഒരാളായിട്ട് തോന്നി. അപ്പൊ ഈ 4 പേരുടെ കൂട്ടത്തിൽ നിന്നും ഒരാളെ അയാൾ അപ്പ എന്നാണ് വിളിച്ചിരുന്നത്. പണ്ടുള്ളവര് അച്ഛന് പകരം അപ്പ എന്ന് വിളിക്കും അല്ലെ? അപ്പൊ അപ്പ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പ കൂട്ടത്തിൽ നിന്നും ഒരാളെയാണ് അപ്പ എന്ന് വിളിച്ചിരുന്നത്. അപ്പോ ലുക്ക് അപ്പ് കൂട്ടത്തിൽ നിന്ന് തിരയുക. ഓക്കെ, ലുക്ക് അപ്പ് കൂട്ടത്തിൽ നിന്ന് തിരയുക, സെർച്ച് ചെയ്യുക. ലുക്ക് ഫോർ നമ്മൾ തിരയുക, സെർച്ച് എന്ന് പഠിച്ചു അല്ലേ? എന്നാൽ ലുക്ക് അപ്പ് തിരയുക തന്നെയാണ്, എങ്കിലും കൂട്ടത്തിൽ നിന്ന് തിരയുക, ഒരു ഗ്രൂപ്പിൽ നിന്നും ഒന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, ലുക്ക് അപ്പ് കൂട്ടത്തിൽ നിന്ന് തിരയുക, കൂട്ടത്തിൽ നിന്ന് തിരയുക. ഇംഗ്ലീഷ് മീനിങ് സെർച്ച് തന്നെയാണ്. എന്നാൽ എന്താണ് വൺ ഫ്രം എ ഗ്രൂപ്പ്? എ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിൽ നിന്നും ഒന്ന് തിരയുക എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ലുക്ക് ഡൗൺ അപ്പോൺ വെറുപ്പോടെ നോക്കുക അല്ലെങ്കിൽ ലുക്ക് വിത്ത് കണ്ടംപ്റ്റ്. ലുക്ക് ഫോർ തിരയുക അല്ലെങ്കിൽ സെർച്ച് ചെയ്യുക. ലുക്ക് ആഫ്റ്റർ സംരക്ഷിക്കുക അല്ലെങ്കിൽ ടേക്ക് കെയർ ഓഫ്, പ്രൊട്ടക്ട്. അടുത്ത് ലുക്ക് ഓവർ മേൽനോട്ടം വഹിക്കുക അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യുക, സൂപ്പർവൈസ്. ഓക്കെ, അടുത്ത് ലുക്ക് അപ്പ് കൂട്ടത്തിൽ നിന്ന് തിരയുക അല്ലെങ്കിൽ സെർച്ച് ഓൺ ഫ്രം എ ഗ്രൂപ്പ്. ഓക്കെ, ഇനി കൂട്ടത്തിൽ നിന്ന് ഒരാളെ രാഹുൽ എന്ന് പറയുന്ന വ്യക്തി അപ്പ എന്നാണ് വിളിച്ചിരുന്നതെന്ന് പറഞ്ഞു. അയാൾക്ക് ഒരല്പം വയ്യായികയൊക്കെ ഫീൽ ചെയ്തു തുടങ്ങി. ഇപ്പൊ വഴിയോരത്തുനിന്ന് നമ്മൾ കൊണ്ടുവന്നേനെ അല്ലെ? ഇപ്പൊ കോവിഡ് ഒക്കെയാണ്, അങ്ങനെയുള്ളവർക്ക് അസുഖമൊക്കെ പടരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ രാഹുൽ കോവിഡോ മറ്റോ ആയിരിക്കുമോ എന്നൊരു സംശയം. അതുകൊണ്ട് തന്നെ ഈ വയ്യായിക ഫീൽ ചെയ്തപ്പോഴേനെ ഒരു വാർഡിലേക്ക് മാറ്റി. വാർഡ്, ഫോർവേഡ് അതിൽ തന്നെയുണ്ട് അല്ലേ? എങ്കിലും അങ്ങനെ ഒന്നും വരില്ല, അസുഖമൊന്നും കാണില്ല എന്ന് കരുതിയിട്ട് പ്രതീക്ഷയോടെ എങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ വാർഡിലേക്ക് മാറ്റി. അപ്പോ
ലുക്ക് ഫോർവേഡ് പ്രതീക്ഷിക്കുക, എക്സ്പെക്ട്. ഓക്കെ, ലുക്ക് ഫോർവേഡ് എന്ന് പറയുന്നത് പ്രതീക്ഷിക്കുക, എക്സ്പെക്ട്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് ലിങ്ക് ചെയ്ത് വെക്കുക, നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ ഇത്രയും കരുതിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ എന്ത് പറഞ്ഞു? ലുക്ക് ഫോർവേഡ് പ്രതീക്ഷിക്കുക, എക്സ്പെക്ട്. ഓക്കെ, എന്നിട്ട് ഇദ്ദേഹത്തിന് കോവിഡ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യണം ഇല്ലേ? അപ്പോ ഉള്ളിന്ന് ഇൻറ്റു, അകത്തുനിന്ന് സ്രവം എടുത്തിട്ടാണ് പരിശോധിക്കുന്നത്. ലുക്ക് ഇൻറ്റു പരിശോധിക്കുക, അല്ലെങ്കിൽ എക്സാമിൻ ഓർ ഇൻവെസ്റ്റിഗേറ്റ്. ഓക്കെ, ലുക്ക് ഫോർവേഡ് പ്രതീക്ഷിക്കുക അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യുക, ലുക്ക് ഇൻറ്റു പരിശോധിക്കുക അല്ലെങ്കിൽ എക്സാമിൻ ഓർ ഇൻവെസ്റ്റിഗേറ്റ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ അടുത്ത് നോക്കാം. അടുത്ത് മേക്ക് എന്നുള്ള ഫ്രൈസൽ വെർബാണ്. ഒരു കഥ പറയാം. 2 പേര്, അതിൽ ഒരു ബോയും ഒരു ഗേളും. ഓക്കെ, അവര് പരസ്പരം അഫെയർ ആണ്. ഈ അഫെയർ ആയിരിക്കുമ്പോഴത്തേക്കും വീട്ടുകാർ പറയുന്നതൊന്നും ഗ്രഹിക്കില്ല അല്ലേ? അവരുടെ തലയിൽ അതൊന്നും ഗ്രഹിക്കില്ല. അവരങ്ങനെ ഒരു ദിവസം വീട്ടിൽ നിന്ന് പുറത്തു ചാടാൻ തീരുമാനിച്ചു. ഔട്ട്, പുറത്തു ചാടാൻ തീരുമാനിച്ചു. അപ്പൊ മേക്ക് ഔട്ട് ഗ്രഹിക്കുക, അണ്ടർസ്റ്റാൻഡ്. അപ്പൊ മേക്ക് ഔട്ട് ഗ്രഹിക്കുക, അണ്ടർസ്റ്റാൻഡ്. അല്ലെങ്കിൽ ടു പ്രോഗ്രസ് എന്നൊരു മീനിങ്ങും ഉണ്ട്. ഒരു ടു പ്രോഗ്രസ്. ഓക്കെ, അപ്പോഴേ അവർ പുറത്തു ചാടി അങ്ങനെ പരസ്പരം കാണാൻ തീരുമാനിച്ചു. പൊതുവെ ഒരു അഫെയർ ഒക്കെ ആകുമ്പോഴത്തേക്കും അവർ പരസ്പരം കാണാൻ പോകുമ്പോൾ കുറച്ചൊന്ന് മേക്കപ്പ് ഒക്കെ ഇട്ട് കുറച്ച് ഭംഗിയൊക്കെ ആയിട്ട് പോകാൻ നോക്കും ഇല്ലേ? അപ്പൊ മേക്കപ്പ് ഒക്കെ ഇട്ട് എങ്ങനെയാണ് വീട്ടിൽ ഇത് പറഞ്ഞിട്ട് പോകാൻ പറ്റുമോ? ഇല്ല. ഇങ്ങനെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റില്ല ഇല്ലേ? അപ്പോൾ എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞ് ഒരു സ്റ്റോറിയൊക്കെ ബിൽഡപ്പ് ചെയ്ത് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഓക്കെ, എന്തെങ്കിലും കണ്ടുപിടിച്ച് ഇൻവെന്റ് ചെയ്ത് എന്താണ് ഒരു സ്റ്റോറിയോ അല്ലെങ്കിൽ ഒരു എക്സ്ക്യൂസ് എന്തെങ്കിലും പറഞ്ഞ് കള്ളത്തനം പറഞ്ഞ് ഒഴിവാക്കും അല്ലേ വീട്ടുകാർ? അപ്പോ മേക്കപ്പ് എന്ന് പറയുന്നത് ഇൻവെന്റ്. എന്താണ് ഇൻവെന്റ് ചെയ്യുന്നത്? ഒരു സ്റ്റോറി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് വീട്ടുകാരുടെ അടുത്ത് പറയാൻ ഇൻവെന്റ് ചെയ്യും അല്ലെ? ഇൻവെന്റ് എന്താണ്? എക്സ്ക്യൂസ്, അല്ലെങ്കിൽ സ്റ്റോറി. ഓക്കെ, അങ്ങനെ മേക്കപ്പ് ഇട്ട ശേഷം ഒരു സ്റ്റോറി അല്ലെങ്കിൽ എക്സ്ക്യൂസ് ഒക്കെ ഇൻവെന്റ് ചെയ്തെടുക്കും. ഓക്കെ, അടുത്ത മേക്കപ്പ് ഫോർ എന്നാണ്. മേക്കപ്പ് ഫോർ എന്ന് പറയുന്നത് വേണ്ടി അല്ലെ? എന്തിനു വേണ്ടിയാണ് മേക്കപ്പ് ചെയ്യുന്നത്? നമ്മുടെ മുഖത്തുള്ള ഡിഫക്ട്സ് ഒക്കെ മാറ്റി അതിനെ കോമ്പൻസേറ്റ് ചെയ്തിട്ടാണ് മേക്കപ്പ് ഇടുന്നത് അല്ലേ? അപ്പൊ മേക്കപ്പ് ഫോർ എന്ന് പറയുന്നത് കോമ്പൻസേറ്റ് ഫോർ. നമ്മുടെ മുഖത്തുള്ള ഡിഫോൾട്ട്സ് ഒക്കെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മേക്കപ്പ് ഇടുന്നത്. അപ്പൊ മേക്കപ്പ് ഫോർ വേണ്ടി. മേക്കപ്പ് എന്തിനു വേണ്ടി? കോമ്പൻസേറ്റ്, നമ്മുടെ ഡിഫോൾട്ട്സ് ഒക്കെ കോമ്പൻസേറ്റ് ചെയ്യാൻ. അപ്പൊ മേക്കപ്പ് ഫോർ കോമ്പൻസേറ്റ് ഫോർ. ഓക്കെ, മേക്കപ്പ് ഫോർ കോമ്പൻസേറ്റ് ഫോർ. അപ്പൊ മേക്കപ്പ് ഇട്ട് മേക്കപ്പ് കുറച്ച് ഓവർ ആയിപ്പോയി, മുഖത്ത് ഇട്ട മേക്കപ്പ് കുറച്ച് ഓവർ ആയിപ്പോയി. അപ്പൊ നമ്മുടെ മുഖം തന്നെ ഒരു മാറ്റം വന്നു. അപ്പൊ മേക്ക് ഓവർ, മാറ്റം. നമ്മുടെ ആ ഒറിജിനൽ രൂപത്തിൽ നിന്ന് ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നു. അപ്പൊ മേക്ക് ഓവർ, മാറ്റം, നവീകരണം. ഓക്കെ, അതിന്റെ ഇംഗ്ലീഷ് മീനിങ് ടു ചേഞ്ച് അല്ലെങ്കിൽ ടു ട്രാൻസ്ഫോം, ടു കൺവേർട്ട്. ഓക്കെ, അങ്ങനെ ഇവരുടെ അഫെയർ ഒക്കെ വീട്ടിൽ കുറച്ച് പ്രശ്നമായപ്പോഴത്തേക്കും ഇവരെന്തായാലും വീട്ടിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് ഇവിടെ ഒളിച്ചോടാമെന്ന് കരുതി. ഇതിനെല്ലാം കോൺട്രിബ്യൂട്ട്, എല്ലാത്തിനും ഒത്താശ ചെയ്ത് കൂടെ നിൽക്കുന്നത് പൊതുവെ ഫ്രണ്ട്സ് ആയിരിക്കും ഇല്ലേ? ഇതിന്റെ കാര്യപരിപാടികളെല്ലാം സെറ്റ് ചെയ്യുന്നത് ഫ്രണ്ട്സ് ആണ് ഇല്ലേ? എല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഫ്രണ്ട്സ് ആണ്. ഫ്രണ്ട്, അപ്പൊ ഫോർ, ഫ്രണ്ട് എഫിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലേ? അപ്പൊ മേക്ക് ഫോർ എന്റെ ഫ്രണ്ട്സിന്റെ കോൺട്രിബ്യൂഷൻ ആണ് അല്ലേ ഇതെല്ലാം? അപ്പൊ മേക്ക് ഫോർ എന്ന് പറയുന്നത് കോൺട്രിബ്യൂട്ട്, സംഭാവന, ഫ്രണ്ട്സിന്റെ സംഭാവനയാണ് അല്ലേ? അപ്പൊ മേക്ക് ഫോർ കോൺട്രിബ്യൂട്ട് അല്ലെങ്കിൽ സംഭാവന. ഓക്കെ, മേക്ക് ഫോർ സംഭാവന അല്ലെങ്കിൽ ടു കോൺട്രിബ്യൂട്ട്. ഓക്കെ, അങ്ങനെ ഫ്രണ്ട്സിന്റെ കോൺട്രിബ്യൂഷനോടെ ഇവര് ഒളിച്ചോടാൻ തീരുമാനിച്ചു. എങ്ങനെ ഒളിച്ചോടും? രാത്രി വീട്ടിൽ ലൈറ്റ് ഒക്കെ ഓഫ് ആയിട്ടാണ് ഇവർ ഒളിച്ചോടിയത്. അപ്പൊ മേക്ക് ഓഫ്, ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ടാണ് ഒളിച്ചോടുന്നത്, എസ്കേപ്പ് ആവുന്നത്. അപ്പൊ മേക്ക് ഓഫ്, എസ്കേപ്പ്, ഒളിച്ചോടുക. ഓക്കെ, മേക്ക് ഓഫ് ഒളിച്ചോടുക അല്ലെങ്കിൽ ടു എസ്കേപ്പ്, ടു എസ്കേപ്പ്. ഓക്കെ, ഇന്നത്തെ ടോപ്പിക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. ഓക്കെ, ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും, അതിൽ കൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ഒന്നും മിസ് ചെയ്യാതെ കാണാനും സാധിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.